ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും വിചാരിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ജർമ്മനിയിലേക്ക് FSAയും BFDയും ആയിട്ട് കയറി വരുന്നവരുടെ എണ്ണം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണ്? നിങ്ങൾ ഒത്തിരി പേര് എൻ്റെ വീഡിയോയുടെ ഇടയിൽ ഒത്തിരി നല്ല കുറച്ച് ആൾക്കാർ വന്ന് ഈ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഷോർട്സിന്റെ അടിയിലൊക്കെ വന്ന് കമന്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ ഉണ്ടായിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തന്നിരുന്നത്. പക്ഷെ ഇന്നലെ എനിക്കതിനൊരു കൺഫർമേഷൻ കിട്ടി. ശരിയാണ്, നമുക്ക് ഒരു ഉറപ്പ് വരാതെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇന്നലെ എനിക്കതിനൊരു ഉറപ്പ് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നത്. കാരണം ഞാൻ ഒരു തെറ്റായ ന്യൂസ് പറഞ്ഞു തന്നു. അപ്പം അത് തിരുത്തേണ്ട കടമ എനിക്കുണ്ട്, ശരിയല്ലേ? അപ്പം ഈ കേട്ട ന്യൂസ് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നാൾ മുമ്പ് പുതിയ ഗവൺമെന്റ് ഒക്കെ നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി നിയമങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പം പണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വന്ന സമയത്ത് വരെ നമുക്ക് FSAയും BFD എന്ന് പറയുന്ന സെയിം ഡിഫറെന്റ് പേരിലുള്ള ഈ ഒരു കോഴ്സിനായിരുന്നു ഒത്തിരി ആളുകൾ ജർമ്മനിയിലേക്ക് കയറി വന്നുകൊണ്ടിരുന്നത്. കാരണം അതായിരുന്നു ഒരു എളുപ്പം. കാരണം 2 മൊഡ്യൂൾ വെച്ചും 1 മൊഡ്യൂളൊക്കെ വെച്ച് FSAക്കും BFDക്കും കയറി വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അതായിരുന്നു ബെറ്റർ ഓപ്ഷൻ. ഇപ്പം എന്ന് പറയുന്ന ഗവൺമെന്റ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു 100% ഉണ്ടായിരുന്ന ഒരു 50%ലേക്ക് അങ്ങ് കുറഞ്ഞു പോയി. ഒത്തിരി അവർ തന്നെ ജർമ്മൻ ഗവൺമെന്റ് തന്നെ അങ്ങ് കുറച്ചതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോഴ്സ് നാട്ടിൽ നിന്ന് കയറി വരാൻ മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് ജർമ്മനി വന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതിന് ഭയങ്കര എളുപ്പമാണ്. എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്കിപ്പോൾ ഒരു ഔപ്പയർ ആയിട്ട് കയറി വന്നിട്ട് പോലും നമുക്ക് FSA എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നാട്ടിൽ നിന്ന് കയറി വരുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഗവൺമെന്റ് അങ്ങ് ചേഞ്ച് ചെയ്ത് പ്രശ്നമാക്കി വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് FSAയും BFDയും ഇപ്പം നമ്മുടെ ഇവിടുന്ന് ആൾക്കാരെ എടുക്കാത്തത്. പിന്നെ ഇനി എന്താണ് നമുക്ക് ഒരു അടുത്ത മാർഗം? നമുക്കിനി ഇങ്ങോട്ട് FSAയും BFDയും പോയി, ഇനി നമുക്ക് എന്താണ് അടുത്തൊരു മാർഗം? ഇനി ഒരു അടുത്ത മാർഗം എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 1 ഇയർ നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്. ഈ കോഴ്സിന് നമുക്ക് കയറി വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്റ്റൈഫൻഡും കിട്ടും. ഡ്രൈയാർഗയുടെ അത്ര ഒന്നുമില്ല, എന്നാൽ നമുക്കൊരു 1000 യൂറോയുടെ അടുത്ത് സ്റ്റൈഫൻഡും കിട്ടും. പിന്നെ അതുപോലെ തന്നെ 2 മൊഡ്യൂൾ വെച്ച് നമുക്ക് ഇങ്ങോട്ട് കയറിയും വരാൻ പറ്റും. അപ്പം അതൊരു ബെറ്റർ ഓപ്ഷൻ അല്ലേ? കാരണം നമുക്ക് FSAക്ക് കയറി വരാൻ പറ്റത്തില്ല എന്നുള്ളപ്പം ഒരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നേഴ്സിംഗ് അസിസ്റ്റന്റ്. അതും നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. നമുക്ക് ഹൗസ് ബിൽഡിങ്ങും ഡ്രൈയാറിക്ക് സീറ്റ് കിട്ടുന്ന പോലെ തന്നെയാണ് 1 ഇയർ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറി വരാം. അതിന് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് ഗൂഗിളിൽ കയറി കഴിയുമ്പം ausbildung.de.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കോഴ്സാണ് എന്ന് തൊട്ടാണ് വേണ്ടതെന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് മുഴുവനും ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് ആ ഒരു സൈറ്റിൽ കൂടെ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും ബെറ്റർ അതാണ്. നമുക്ക് ausbildung.de.com എന്ന് പറയുന്ന സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക. നമ്മളൊരു 1000 പല സ്ഥലങ്ങളിൽ കൂടെ മെസ്സേജ് അയച്ച് ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എവിടുന്നെങ്കിലും റിപ്ലൈ വരും. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കയറി വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നാട്ടിൽ നമ്മൾ ഇന്റർവ്യൂ പോകണം. പിന്നെ ചില നമ്മൾ എവിടെ ഇന്റർവ്യൂ കൂടുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ സ്റ്റെല്ലേ കിട്ടുമോ എന്നുള്ളത്. ഇപ്പം നേഴ്സിംഗ് അസിസ്റ്റന്റ് കയറി വരുവാണെങ്കിലും ഹൗസ് ബിൽഡിങ്ങിന് കയറി വരുവാണെങ്കിലും പ്രാക്ടിക്കൽ സ്റ്റെല്ലേയും കൂടെ കിട്ടുമെന്ന് ഉറപ്പ് വെച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറി വരാൻ. കാരണം പ്രാക്ടിക്കൽ സ്റ്റെല്ലേ കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്കൊരു സീറ്റ് ഒരു സ്കൂളിൽ കിട്ടിയാൽ പോലും അവർ പറയുന്നത് നിങ്ങളുടെ കീഴിൽ ഒരു അറബിക് സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഓക്കെ ഞങ്ങളുടെ അടുത്തേക്ക് ഇന്റർവ്യൂവിന് കയറി വരിക, ഇങ്ങനെയാട്ടോ അവർ പറയുന്നത്. അപ്പം ഏറ്റവും നല്ലത് നേഴ്സിംഗ് അസിസ്റ്റന്റ്. ഞാൻ പറഞ്ഞ ഈ സൈറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ausbildung.de എന്നാട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഔപ്പയർ ആണ്. ഞാൻ ഔപ്പയറിനെ അത്രയ്ക്ക് അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഓരോ ഫാമിലി ചെന്ന് കഴിയുമ്പം ചില ആൾക്കാർക്ക് നല്ല സുഖമായിരിക്കും, ഒരു പ്രശ്നമില്ല, നല്ല ഫാമിലി ആയിരിക്കും. ചില ആൾക്കാർ ഒരു മോശം സ്വഭാവമുള്ള ആൾക്കാർ ആകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലായിട്ടൊരു സംഭവം നടന്നിട്ടില്ല, കാരണം ഞാൻ ഔപ്പയർ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട് ഔപ്പയർ ചെയ്തേക്കുന്ന പിള്ളേർ. ഔപ്പയർ ചെയ്ത് 6 മാസം കഴിഞ്ഞ് വന്നിരിക്കുന്നത് അവർക്ക് കുഴപ്പമില്ല. പക്ഷെ ലേഡീസൊക്കെ കയറി വരുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് അവര് ജസ്റ്റ് ഒരു വീഡിയോ കോളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ നെറ്റിൽ കൂടെ ചെയ്യുന്നത്. സൂം മീറ്റിംഗ് വഴിയായിരിക്കും നമുക്ക് ഇന്റർവ്യൂ നടത്തണേ. പക്ഷെ അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഒരു റിസ്ക് എടുത്ത് നമ്മൾ കയറി വരിക എന്ന് പറയത്തില്ലേ,
എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസമായി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത് നേഴ്സിംഗ് അസിസ്റ്റന്റോ ഇല്ലെങ്കിൽ ഡ്രൈ ആർഗ് ഹൗസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് കണ്ടെത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഔപ്പയർ പെർഫെക്റ്റാണ്. കാരണം കയറി വരാം, ഒരു 4-5-6 മാസം എന്തോ പ്രോസസ്സിങ്ങിനൊക്കെ മതിയെന്ന് കേട്ടു. നമുക്ക് അതും ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനും സൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേര് മറന്നുപോയി. എന്താണെങ്കിലും ഹൗസ് ബിൽഡിങ്ങിൻ്റെ അങ്ങനെ നമുക്ക് ഔപ്പയർ ആയിട്ട് കയറി വരാം. ഔപ്പയർ ഇപ്പം ഏജൻസീസിലാണെങ്കിലും കൊടുത്തിട്ട് കയറി വന്നാൽ മതി. കാരണം ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ അവരെ കാണുള്ളൂ. കാരണം ചിലവര് കയറ്റി വിടുന്നത് മാത്രമോ, ഞാൻ എൻ്റെ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ ജസ്റ്റ് കയറ്റി വിടുന്നത് മാത്രമേ കാണുള്ളൂ. അപ്പം ബാക്കിയെല്ലാം ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ A to Z കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. എന്ത് ഇഷ്യൂ വന്നാലും അവർ അതിന് പുറകെ വരത്തേയില്ല. പൈസ കൊടുത്ത് അവർ നമ്മളെ കൊണ്ടുവരും. ഓക്കെ, നമ്മൾ പ്രോസസ്സിങ് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊന്നും ചെയ്തില്ല. അപ്പം നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ ഔപ്പയറൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരിച്ചിരി റിസ്ക് ഉണ്ട്. റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെ പ്രോസസ്സിങ് ഔപ്പയറിന് കൊടുക്കുവാണെങ്കിലും നമ്മൾ ആ ഏജൻസിക്കാരോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ ഞങ്ങളെ അവിടുന്ന് മീൻസ് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു വീട് കണ്ടെത്തി തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് 1 year ഹൗസ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഡ്രൈ ആർഗ് ഹൗസ് ബിൽഡിംഗ്, ഇനി എന്തിനെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് മാറ്റുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറി വരും. കാരണം ഔപ്പയറൊക്കെ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഒക്കെ ചിലപ്പോൾ A1 ഫുൾ മൊഡ്യൂളൊക്കെ വെച്ച് കയറി വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഹൗസ് ബിൽഡ് 1 year നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണെങ്കിൽ പോലും B1 മതിയെങ്കിൽ പോലും എന്താണ് നമുക്കൊരു എവിടെ കയറണമെങ്കിലും ഒരു B1 സർട്ടിഫിക്കറ്റ് എങ്കിലും വേണം. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്കൊരു A1 ഒക്കെ വെച്ച് ഫുൾ മൊഡ്യൂൾ വെച്ച് വരുന്നവർക്ക് ഔപ്പയർ ഒരു ഇച്ചിരി റിസ്ക് ആയിരിക്കും. നമുക്ക് മനസ്സിലായില്ല. കാരണം ഒരു പെട്ടെന്ന് ദിവസം കുണ്ടികൾ നിന്ന് വിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ പോയി അറിയാവുന്നവർ താമസിച്ചാൽ പോലും കുറച്ച് ദിവസമേ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് B1 എങ്കിലും സർട്ടിഫിക്കറ്റ് വേണം. അപ്പം അതുകൊണ്ട് കയറി വരുമ്പം നമ്മുടെ ഏജൻസീസിൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കയറി വരിക. പക്ഷെ നമുക്കൊരു നല്ലൊരു ചാൻസ് ആണ് ഔപ്പയറിന് കയറി വന്നു കഴിഞ്ഞാൽ. കയറി വരാൻ എളുപ്പമാണ് താനും, വലിയ റിജക്ഷൻ ഒന്നുമില്ല. പിന്നെ മാരേജ് കഴിഞ്ഞവർക്ക് പാസ്പോർട്ടിൽ എന്താണ് ഹസ്ബൻഡിന്റെ വീട്ടിലെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിജക്ഷന് വരാൻ ചാൻസ് ഉണ്ട്. അതെനിക്കറിയാം. അപ്പം ഈ 2 ഓപ്ഷനാണ് ശരിക്കും ഉള്ളത്. പിന്നെ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാൻ വരുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് ആ ഒരു മേഖല ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. എന്നാലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഏജ് ഒക്കെ ആയത് പിന്നെ കൂടുതൽ പഠിക്കാനുള്ളവർ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാൻ വരും. എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പം ശരിക്കും FSA ഇല്ലെങ്കിൽ BFD എന്ന് പറയുന്ന കോഴ്സ് ജർമ്മനിയിൽ നിന്ന് 3/4 തുടച്ച് മാറ്റി. ഇനി നമുക്ക് ഞാൻ ഈ പറഞ്ഞ നേഴ്സിംഗ് അസിസ്റ്റന്റും ഔപ്പയർ എന്ന് പറഞ്ഞൊരു ഇതാണ്. പിന്നെ മറ്റു കോഴ്സുകളൊക്കെ ഒത്തിരി ഉണ്ട് നമ്മുടെ ജർമ്മനിയിൽ. ഒരു 150 സംതിങ് എന്ത് ഹൗസ് ബിൽഡിംഗ് കോഴ്സൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കെല്ലാം ഒന്നും അറിയത്തില്ല. എനിക്കറിയാവുന്ന ഈ ഒരു മേഖല നമുക്ക് ഉറപ്പാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ഇനി കയറി വരുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പം ഈ പറഞ്ഞ ന്യൂസ് ശരിയാണ്, അറിഞ്ഞത് ശരിയാണ്, ഗവൺമെന്റ് മാറിയത് കൊണ്ടാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ housebillingday.com എന്ന് പറയുന്ന സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ സെൽഫായിട്ട് എങ്ങനെ housebillingday.com നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ അപ്ലൈ ചെയ്തിട്ട് ബാക്കി പ്രോസസ്സിങ് ഫുള്ള് നമ്മൾ തന്നെ ചെയ്യണം. ആ ഒരു റിസ്ക് ഉണ്ട് കേട്ടോ. സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് കോൺട്രാക്റ്റും ചെയ്ത് VFSും ഉള്ളതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് പേപ്പർ വർക്ക് ഫുൾ ചെയ്യുമെന്നൊരു ഒരു ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. കാരണം ഏജൻസിയിലേക്ക് കൊടുക്കുമ്പോൾ നല്ല പൈസ വേണം. പിന്നെ ഓൺലൈൻ ഹൗസ് ബിൽഡിംഗ് ഡേ എന്ന് പറയുന്ന സൈറ്റിൽ ട്രസ്റ്റ് ആണ്. അത് ജർമ്മനിയുടെ മെയിൻ സൈറ്റാണ് ഹൗസ് ബിൽഡിങ്ങിന്റെ. അപ്പം അത് നമുക്ക് കള്ളം ഇല്ലെങ്കിൽ ഒരു വേറൊരു പ്രശ്നം വരത്തില്ല. അത് ഒറിജിനൽ സൈറ്റാണ് ഹൗസ് ബിൽഡിങ്ങിന്റെ. ഓരോ ഹോസ്പിറ്റലല്ല ഷൂളേക്കാരുടെ സൈറ്റാണ്. അപ്പം പല തരത്തിലുള്ള ഹൗസ് ബിൽഡിങ്ങിന്റെ എല്ലാ ആ ഒരു സൈറ്റിലുണ്ട്. അപ്പം നമ്മൾ നമ്മൾ അതിന്റെ നെയിം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ തുടങ്ങുന്ന സമയവും എന്നു മുതലേ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് എളുപ്പമാണ്. അപ്പം ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കോട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.